still listening, bowing down, holy ground. I'll sit with you, you'll sit with me. In this moment I will wait for you. Breath of heaven, come and fill this room. Just one word is all it takes for you. I am open, Spirit, come and move. Your voice shapes the atmosphere, quiets all my fears. I will be right here waiting on you. Your voice changes everything, speak into my being. You are whispering, I am listening. Here I am, open hands. I am still listening, bowing down, holy ground. I'll sit with you, you'll sit with me. In this moment I will wait for you. Breath of heaven, come and fill this room. Just one word is all it takes for you. I am open, Spirit, come and move. Your voice shapes the atmosphere, quiets all my fears. I will be right here waiting on you. Your voice changes. ഉള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപാരാ. ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപാരാ. നീ കൊണ്ടെന്റെ ഉള്ളം നന്നെ നിറയുന്നേ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നീടയനന്തം വന്ദനമേ. എന്റെ പൊന്നീടയനന്തം വന്ദനമേ. എന്നോടുള്ള നിൻ സർവനന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപാരാ. ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപാരാ. 112 സങ്കീർത്തനം വായിക്കുന്നു. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയുമുള്ളവനാകുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു.
അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദുഷ്ടൻ അത് കണ്ട് വിഷമിക്കും, പല്ലുകടിച്ച് ഉരുകിപ്പോകും. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. അനുഗ്രഹീതമായ പ്രഭാതത്തിനായി കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ധന്യമായ നിമിഷം ദൈവം നമുക്ക് ഒരിക്കലും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അറിയിച്ചാലും പ്രിയ ശൈലജമാമയും കർത്താവ് നൽകിയ പ്രിയമകൾ വിൽബിയുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിലാണല്ലോ നമ്മൾ ഒരുമിച്ച് ഇന്ന് പകലിൽ ദൈവസന്നിധിയിലായിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ പ്രിയമകളെ കർത്താവ് സഹായിച്ചു. ജനന സമയം മുതൽ ഇതുവരെയും കർത്താവിൻ്റെ കരുണയും കൃപയും പ്രിയമകളോട് കൂടെയിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസം ദൈവം നൽകി. നല്ല ജോലി സാഹചര്യങ്ങളെ ദൈവം ഒരുക്കി. ഇപ്രകാരം ഒരു ക്രമീകരണം ഒരുക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം എല്ലാം ഭംഗിയായി ചെയ്തതോർത്ത് കർത്താവിൻ്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ ആ വിവാഹ ശുശ്രൂഷയും കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ തിങ്കളാഴ്ച ആ വിവാഹ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി നടക്കേണ്ടതിന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ച ഇവിടെ നിന്ന് സഭയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമാണ്. അതുപോലെ പ്രിയ ദാനിയേലിൻ്റെ കുടുംബം ഇന്ന് പകലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ക്ഷേമത്തോടെ സൗഖ്യത്തോടെ വന്നെത്തുവാൻ എല്ലാം ഭംഗിയായി കർത്താവ് ചെയ്യേണ്ടതിന് എല്ലാ ക്രമീകരണങ്ങളുടെ മേലും കർത്താവിൻ്റെ വലിയ കൃപ കൂടി ഇരിക്കേണ്ടതിനായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നന്ദിയോടെ നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മുടെ തലകളെ വണക്കി ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാരംഭമായിട്ട് കർത്താവിന്റെ ദാസൻ ഈ സമയത്ത് സ്നേഹമുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവകാലത്തിനായി തിരുനാമത്തിന് മംഗളാദികളും നിശങ്ങളുടെ പാതയെടുത്ത് ഞങ്ങളുടെ തിരകളെ വണക്കുകയാണ്. കർത്താവിന്റെ ദാസനും ഞങ്ങളെല്ലാവരും കൂടെ തിരകളെ വണക്കി അങ്ങയുടെ പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിനായി സ്തോത്രം, തന്റെ ദാസനായി ദാസിക്കായി നന്ദി. അവരുടെ ജീവിതത്തിന്റെ യാത്രയിൽ ദൈവമൊക്കെ നല്ലവനായിരുന്നു. കർത്താവ് ദൈവരെ നടത്തി അവരുടെ കുടുംബ ജീവിതത്തിന്റെ ആരംഭ നിമിഷം മുതൽ ഇതുവരെ അവരെ പരിപാലിച്ചതിനാൽ നന്ദിയോട് സ്തോത്രം. ഞാൻ നിങ്ങൾക്കൊരു നന്മയും മുടക്കി കിടക്കുകയില്ല എന്നുള്ള വചനപ്രകാരം ഇവർ രണ്ടുപേരെയും ക്ഷേമത്തോടെ കാത്തതിനാൽ നന്ദി. പ്രധാനമായി ദൈവം നൽകിയ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അതിനെ കുടുംബത്തെ ഞങ്ങൾ ഓർക്കുന്നു. മകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളുടെ ആരംഭ ജീവിത അനുഭവം മുതൽ ഇന്ന് വരെ നീ അവരെ താങ്ങുകയും പരിപാലിക്കുകയും ചെയ്തു. അവർക്കൊക്കെ നല്ല വിദ്യാഭ്യാസമൊക്കെ ദൈവം നൽകി ഈ നിലയിലൊക്കെ അവരെ അനുഗ്രഹിച്ചതിനാൽ എന്നോട് സ്തോത്രം. ഞങ്ങൾ വലിയ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ചെറുപ്പം മുതൽ ഇതുവരെ ദൈവത്തിൻ്റെ കൃപയിലായിരിക്കാൻ കർത്താവ് കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം. നല്ല വിദ്യാഭ്യാസം നേടുവാൻ ദൈവം സഹായിച്ചു. അവർക്ക് എഴുതുവായിച്ചൊന്ന് ജോലി നേടുവാനുള്ള അവസരം ദൈവം ഒരുക്കി. അവരുടെ വിവാഹകാര്യങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളും സഭയിലുള്ള പ്രിയപ്പെട്ടവരും അടിയങ്ങളൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. ദൈവകൃപയാകുന്ന രാവിലെ അവിടെ വിവാഹ നിശ്ചയത്തിന് വേണ്ടി ഞങ്ങൾക്ക് നിശ്ചയത്തിലെ വണക്കുവാൻ ദൈവം സഹായിച്ചിരിക്കുക. അതിനോട് സ്തോത്രം. അവിടെ ഒരു ഒറ്റയ്ക്ക് പാർത്തിരുന്നു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ പോകുകയാണ്. അവിടെ അനുഗ്രഹിച്ച അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ വയ്ക്കുന്നു. കർത്താവ് ഇതുവരെ അവൾ തനിച്ചു പാർത്തിരുന്നെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അവൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ പോകുമ്പോൾ അവളുടെ എല്ലാ ആശീർവാദങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രിയമകനായി സ്തോത്രം. പ്രിയപ്പെട്ടവരും കോട്ടയത്ത് നിന്ന് യാത്ര ആരംഭിച്ചിരിക്കുന്നതെന്ന് അറിയുവാൻ കഴിയുന്നു. അവരുടെ യാത്രയിലേക്കൂടെ ഇരിക്കുന്നു. അല്പ നിമിഷങ്ങൾ കഴിയുമ്പോൾ ഞങ്ങളുടെ സഭാകളിൽ ഒന്നിച്ചുകൂടി ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ച് നിശ്ചയിച്ച് മടങ്ങും. കർത്താവ് സഹായിച്ചു വിടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരും തിരുക്കരങ്ങൾ വയ്ക്കുന്നു. മകൻ്റെ കുടുംബത്തിനായി സ്തോത്രം. ഈ കുടുംബത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ അനുഗ്രഹിക്കണമേ. നീ അവരെ കൈപിടിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചു കൊള്ളണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടുന്ന എല്ലാ ആശീർവാദങ്ങളും സ്വർഗത്തിലെ അപ്പൻ്റെ അവരെ അനുഗ്രഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ലോകത്തിൻ്റെ എതിർക്കൊണ്ടിൽ വലിയവനായി ദൈവം അവരെ കൊണ്ടുപോയാൽ അവിടെയെല്ലാം ദൈവത്തിന് കൊള്ളാവുന്ന വിശ്വസ്തരായി നിൽക്കുന്ന കൃപ കർത്താവ് പ്രിയ കുഞ്ഞുങ്ങൾ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന വിഭാഗത്തിൽ അന്ന് തന്നെ ഇറങ്ങിച്ചെന്നു അവരുടെ കൈകളെ യോജിപ്പിച്ച് അവരുടെ കൈകളെ ചേർത്ത് ദൈവത്തിൻ്റെ ദാസന്മാർ യോജിപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നെ അവരെ യോജിപ്പിച്ചു എല്ലാ കുടുംബജീവിതം കൊടുത്തു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കും. പിതാവിലെ വിവാഹ നിശ്ചയം നടക്കുന്ന വേളയിൽ ഈ ഭവനവുമായി ബന്ധപ്പെട്ടോട് വന്നിരിക്കുന്ന എല്ലാവരെയും സഹായിക്കണം. പ്രിയപ്പെട്ട കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരും. ഞങ്ങളുടെ പ്രിയ മോടെ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുചേരും. അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് മടങ്ങുവാൻ ദൈവം നിങ്ങൾക്ക് വന്നവരും മഹത്വം അങ്ങേക്ക് തരും. കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കും. ശുശ്രൂഷയെല്ലാം അനുഗ്രഹമാക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ധന്യമായ ഈ സമയത്തിനായി കർത്താവിന് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവമെല്ലാം അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന കർത്താവാകയാൽ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രിയവേച്ചനായ കുടുംബത്തിനായി സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ, കർത്താവിനെ വിശ്വസ്തയോടെ സേവിപ്പാൻ നിന്റെ മക്കൾക്ക് ദൈവം കൊടുത്ത അവസരങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവരുടെ കുടുംബ ജീവിതത്തെ ദൈവം ധന്യമാക്കിയല്ലോ. ദൈവത്തിന്റെ നന്മകൾ അവരുടെ മേൽ ചൊരിഞ്ഞതിനായി സ്തോത്രം.
വിശേഷാൽ പ്രിയ റിൻസോയ്ക്കായി കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ കുടുംബജീവിതത്തെ കർത്താവ് ഇത്രത്തോളം ധന്യമാക്കിയല്ലോ, അനുഗ്രഹിച്ചല്ലോ. പ്രിയ ഷാരനായി ഞങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളെ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈ സമയത്ത് ഞങ്ങൾ റുൽബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളുടെ ജനന സമയം മുതൽ ഇതുവരെയും അങ്ങയുടെ വലിയ കൃപ നിന്റെ മകളോട് കൂടെ ഇരുന്നല്ലോ കർത്താവേ. ശാരീരിക, മാനസിക, ആത്മീക വളർച്ച ദൈവം നിന്റെ മകൾക്ക് നൽകിയതിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസം നൽകി നിന്റെ മകളെ ദൈവം അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. തക്ക സമയത്ത് കർത്താവെ ഒരു ജോലിയിൽ പ്രവേശിപ്പാനും അതിലൂടെ തുടരുവാനും ദൈവം ഒരുക്കിയ എല്ലാ മുഖാന്തരങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നിന്റെ മകൾ ദുബായിയുടെ സ്ഥലത്തായിരുന്നപ്പോൾ ദൈവത്തിന്റെ കരുണയിൽ നിന്റെ മകളെ സൂക്ഷിച്ചല്ലോ, ക്ഷേമത്തോടെ സൗഖ്യത്തോടെ കൊണ്ടുവന്നതിനാൽ നന്ദി കർത്താവേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ മനുഷ്യന് കർത്താവ് തക്കതായ തുണകളെ നൽകി കൊടുക്കുമെന്നുള്ള അങ്ങയുടെ വചനപ്രകാരം കുടുംബം എന്നുള്ള വ്യവസ്ഥിതി അങ്ങയുടെ ദാനമാകയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. നിന്റെ മക്കൾക്കും തക്ക സമയത്ത് കർത്താവ് അനുയോജ്യനായ ഒരു വ്യക്തിയെ ദൈവം ഒരുക്കിയ കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം നിന്റെ മകളുടെ വിവാഹ നിശ്ചയ ശുശ്രൂഷകൾ നടക്കപ്പെടുന്നല്ലോ. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്ന് പകൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും അങ്ങയുടെ വലിയ സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൽ നിന്ന് സഭാകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, അങ്ങയുടെ വലിയ കൃപ ഞങ്ങൾ അനുഭവിപ്പാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിന്റെ മകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രിയ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ യാത്രയിലും കർത്താവ് കൂടെ ഇരിക്കുന്നതിനാൽ സ്തോത്രം. ക്ഷേമത്തോടെ സൗഖ്യത്തോടെ തക്ക സമയത്ത് വന്നെത്തുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസന്മാരെ കൂട്ടിവരുത്തതിനായി സ്തോത്രം. അവിടുത്തെ ജനത്തെ കൂട്ടിവരുത്തുന്നതിനാൽ സ്തോത്രം. ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, ചർച്ചക്കാർ എല്ലാവരെയും തക്ക സമയത്ത് കർത്താവ് കൂട്ടിവരുത്തുന്നതിനാൽ സ്തുതിക്കുന്ന കർത്താവെ. എല്ലാം അങ്ങയുടെ നാമ മഹിമയ്ക്കാക്കി കർത്താവ് തീർക്കണമേ. ഇന്ന് പകലിലെ എല്ലാ ക്രമീകരണങ്ങളെയും ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാം ഭംഗിയായി ചെയ്തതിനായി സ്തോത്രം. ഇപ്പോൾ അവിടുത്തെ ദാസന്മാരാന്ന് ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ പ്രിയ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ധന്യമായൊരു ഭാവി ദൈവം നൽകി അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സ്വർഗീയമായ കൃപകളും ദൈവികമായ വിവേകവും നിന്റെ മകളുടെ മേൽ പകർന്ന് കർത്താവിന്റെ നാമത്തിൽ നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഈ പകലിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. അനുഗ്രഹവും ധന്യമായ നിമിഷത്തിൽ ഞങ്ങൾക്ക് അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരുവാനും മഹത്വപ്പെടുത്തുവാനും ഇന്ന് പകൽ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ അവിടെ ഒരുക്കിയുള്ള മുഖാന്തരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങളായ നേടങ്ങൾ കർത്താവ് ഓരോരുത്തരെ അതിശയകരമായ അത്ഭുതകരമായി പരിപാലിച്ച ദൈവത്തിന്റെ എല്ലാ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ കർത്താവിൽ ഞങ്ങൾക്ക് സഭാഹോളായി കടന്നു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനെ അവസരം അംഗീകാരമായി തന്ന കൃപയെ ഓർത്ത് സ്തോത്രം. അതിന് മുഖാന്തരമായി തീർന്ന എല്ലാ ക്രമീകരണങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ശേഷാർബിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജനനം മുതൽ ദിവസം വരെ കർത്താവ് അത്ഭുതകരമായി പരിപാലിച്ചു. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരനെ കുടുംബമായി ഏൽപ്പിക്കുകയാണ്. ഈ മകളുടേതായ വിവാഹ നിശ്ചയത്തോടനുബന്ധിച്ച് ഇന്ന് മകളുടെ ആര്യമാതയും സഹായിച്ചല്ലോ. ഉൾപ്പെടെ ഒരുക്കപ്പെട്ടതായ പ്രിയ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ മകനെ അവിടുത്തെ കരത്തിൽ ഏൽപ്പിക്കുകയാണ്. മാതാപിതാക്കൾ, സഹോദരങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കർത്താവ് വിവാഹ ശുശ്രൂഷ
ഇവിടെ അനുഗ്രഹമായി തീരുമാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ. ലീഡി ഞങ്ങളുടെ ദാസനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന കർത്തദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കോട്ടയത്ത് കടന്നു വന്ന എല്ലാ പ്രിയമുള്ളവർക്കായി സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കായി എല്ലാ പ്രിയമുള്ളവരെയും കർത്താവിന്റെ കരത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയിലൂടെ നടക്കുന്നത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തുടർന്ന ദിവസങ്ങളിലെ ക്രമീകരണങ്ങൾ വിവാഹമൊക്കെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. ഇന്ന് വലിയ ഹോളിനെ പരിസരത്തെയും അങ്ങയുടെ ദൂതന്മാരാൽ കാവൽ ചെയ്യുമാറാകണമേ. അങ്ങയുടെ സാന്നിധ്യയുടെ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിൽ ശുശ്രൂഷ സമർപ്പിക്കുകയാണ്. നിശ്ചയിപ്പാൻ ആവശ്യമായ കൃപ ഉയരത്തിൽ ഞങ്ങൾക്ക് ദാനമായി നൽകി തരുമാറാകണമേ. എല്ലാവരിൽ നിന്ന് ഞങ്ങളുടെ നാമം ഉയരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് സംബന്ധിക്കുവാൻ ആഗ്രഹിച്ചു കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്ഷേമത്തോടെ കൂട്ടിവരുത്തണം. അപകടങ്ങളോ ആപത്തുകളോ ഉണ്ടാകാതെ സ്വർഗത്തിലെ ദൈവത്തെ കാത്ത് പരിപാലിച്ച് ഈ ശുശ്രൂഷയിൽ കടന്നു സംബന്ധിപ്പാൻ അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണം. അല്പസമയം ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിലായിരിക്കുന്നു. തിരുസാന്നിധ്യ ശുശ്രൂഷയുടെ വേണ്ടവരിൽ ഉണ്ടായിരിക്കണം. മഹത്വമെല്ലാം അങ്ങേക്ക് അർപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് നിമിഷങ്ങൾ കർത്താവിന് നമ്മൾ നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്ന സമയങ്ങളാണ്. അത് സ്റ്റാൻലി നേതൃത്വം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭയ ഇന്ന് പകലിൽ നമ്മുടെ മധ്യമുണ്ട്. പ്രിയമുള്ളവർ നമ്മെ ആ ശുശ്രൂഷയിൽ നയിക്കുന്നത് ഇതിനാത്മിക ശുശ്രൂഷയായതിന് വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയത്തോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുന്ന എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചില നിമിഷങ്ങൾ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശുവിനെ ചില നിമിഷങ്ങൾ ആരാധിക്കുന്ന സമയമാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, സ്തുതികൾക്ക് യോഗ്യനാണ്, മഹത്വത്തിന് യോഗ്യനാണ്. കർത്താവിന് എല്ലാ മഹത്വം അർപ്പിച്ചുകൊണ്ട് ചില നിമിഷങ്ങൾ ഒരുമിച്ച് പാടി കർത്താവിന് നന്ദി കരയട്ടെ. ഹല്ലേലൂയ.
എന്റെ സർവാന്തരമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകത്തിലൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവന്റെ കരുണയിൽ നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതി ന്യായം നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയുള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും വർഷിക്കുന്നില്ല, എന്നേക്കും കോപം സംഭരിക്കുന്നതുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരുടെ വലുതായിരിക്കുന്നു. ഉദയാസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോടെ അകറ്റിയിരിക്കുന്നു. അപ്പൻ മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരുടെ കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രവൃത്തി അറിയുന്നുവല്ലോ. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെ ആകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റെ അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അറിയുന്നുമില്ല. യഹോവയുടെ ദൈവവും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുള്ള അവന്റെ സകല പ്രവർത്തികളുമേ യഹോവയെ വാഴ്ത്തുക. ജന്മമേ യഹോവയെ വാഴ്ത്തുക. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ അനുഗ്രഹീതരായ കർത്തൃദാസന്മാർക്കും ശ്രേഷ്ഠരായ ദൈവജനത്തിനും കർത്താവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു.
ഇന്ന് പകൽക്കാലം വളരെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നല്ലോ. The reason for this day is Rilby and Daniel. ഇന്ന് പകലിലെ ഈ ദിവസത്തിൻ്റെ ഈ നിമിഷത്തിൻ്റെ കാരണം പ്രിയ റിൽബിയും പ്രിയ ഡാനിയലുമാണ്. നാം എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് പോലെ പ്രിയ റിൽബിയുടെയും ഡാനിയലിൻ്റെയും വിവാഹ നിശ്ചയ ശുശ്രൂഷയാണ് ഇന്ന് പകലിൽ ഈ സമയത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ജ്ഞാപകോസ് ദൈവസഭ കർമ്മേൽ ചാന്തുവ സഭയുടെ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ബ്രദർ റെജിയുടെയും സിസ്റ്റർ ഷൈലജയുടെയും കുടുംബം കർത്താവരുടെ കുടുംബ ജീവിതത്തെ ധന്യമാക്കി അനുഗ്രഹിക്കപ്പെട്ട മക്കളെ ദൈവം അവർക്ക് നൽകി. പ്രിയ റിൻസോയുടെ വിവാഹം ചില നാളുകൾക്ക് മുമ്പ് നടത്തപ്പെടുവാനിടയായ പ്രിയ റിൻസോയും ഷാരനെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മകൾ റിൽബിയുടെ വിവാഹത്തിന് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തക്ക സമയമായപ്പോൾ ദൈവം ഒരുക്കുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കുമായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പ്രിയ റിൽബിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രിയ മകനെ ഓർത്ത ദൈവത്തിന് സ്തോത്രം. പ്രിയ ഡാനിയേൽ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിനെ ആരാധിക്കുന്ന സേവിക്കുന്ന ഒരു കുടുംബമാണ്. കഞ്ഞിക്കുഴിയിലുള്ള ദീപന്തക്കോസ്ത് മിഷൻ സഭയുടെ ഭാഗമായിട്ട് ഒരു കർത്താവിനെ വിശ്വസ്തയോടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയ മകനെ ഓർത്ത ദൈവത്തിന് സ്തോത്രം. പ്രിയ റിൽബിക്കും പ്രിയ ഡാനിയലിനും അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസം ദൈവം നൽകി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജോലിയിലായിരിക്കാൻ ദൈവർക്ക് മുഖാന്തരങ്ങളെ ഒരുക്കി. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം അവരെ ഒരുമിച്ച് തീർക്കുന്ന ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ ഇവിടെ നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ കർത്തൃസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പത്തനംതിട്ട സെന്ററിന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ചുമതല വഹിക്കുന്ന ശ്രേഷ്ഠരായ കർത്തൃദാസന്മാർ ഇന്ന് പകലിൽ നമ്മുടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാം പനശ്ശേരി അവരുടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് പകലിൽ നടക്കുന്ന ഈ ശുശ്രൂഷയുടെ പേരിൽ ഇരു കുടുംബങ്ങളുടെ പേരിൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാം പനശ്ശേരി അവരുടെ ഈ ശുശ്രൂഷയിലേക്ക് കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പത്തനംതിട്ട സെന്റർ ഐപിസിക്ക് ശക്തമായ നിലയിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സെന്ററിന്റെ സെക്രട്ടറി പാസ്റ്റർ മോൻസി സാം അവരുകൾ ഇന്ന് പകലിൽ ഈ ശുശ്രൂഷയിൽ നമ്മുടെ മധ്യയുണ്ട്. ഈ കുടുംബങ്ങളുടെയും പേരിൽ ഈ ശുശ്രൂഷയുടെ പേരിൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മോൻസി സാം അവരുകളെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ അനുഗ്രഹീതരായ കർത്താവിന്റെ ദാസന്മാരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇരു കുടുംബങ്ങളുടെയും ക്ഷണം സ്വീകരിച്ചായിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുകയാണ്. പാസ്റ്റർ ജോസഫ് സാമുവൽ, പാസ്റ്റർ റെജിമോൻ MC, പാസ്റ്റർ ജോൺ ഷാമുവൽ, പാസ്റ്റർ കെ എം ഷാമുവൽ, പാസ്റ്റർ ഷിബു ടിവെ, പാസ്റ്റർ സിഡി തോമസ്, എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികൾ, ചാച്ചക്കാർ, സ്നേഹിതർ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നാം കർത്താവിന്റെ സന്നിധിയിൽ അനുഗ്രഹീതമായി ഗാനങ്ങളെ പാടി കർത്താവിനെ ആരാധിപ്പാൻ ദൈവവചനങ്ങളെ നൽകിയല്ലോ. ശ്രേഷ്ഠകരമായ രീതിയിൽ ആത്മീക ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ബ്രദർ സ്റ്റാൻലി, തൻ്റെ ടീം അംഗങ്ങൾ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുമ്പിൽ സമയം അല്പം പരിമിതമായതുകൊണ്ട് വളരെ വേഗത്തിൽ നമ്മൾ ഈ ശുശ്രൂഷകൾ മുൻപോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുകയാണ്. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഈ സമയത്ത് ഇരു കുടുംബങ്ങളിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ടവർ മുൻപോട്ട് വന്ന് നമ്മളെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയതിൻ്റെ ഉദ്ദേശം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മെല്ലാം അറിഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നെങ്കിലും ഒരു ഔദ്യോഗിക ക്രമീകരണം എന്ന നിലയിൽ കുടുംബത്തിൽ നിന്ന് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ സമയത്ത് മുൻപോട്ട് വന്ന് ആ കാര്യങ്ങളെ അറിയിക്കും. ആദ്യമായിട്ട് പ്രിയ റിൽബിയുടെ ബ്രദർ പ്രിൻസോ ഈ സമയത്ത് മുൻപോട്ട് വന്ന് ആ കാര്യങ്ങളെ നമ്മോട് അറിയിക്കും. അതിനുശേഷം ഡാനിയലിന്റെ കുടുംബത്തിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ മുൻപോട്ട് വന്ന് ആ വിവരം അറിയിക്കുന്നത്. വീട്ടിലിരിക്കുന്ന കർത്തദാസന്മാർ കൂടി വന്നിരിക്കുന്ന എല്ലാവരും കർത്താവേശിപ്പിച്ചതിന് നമുക്ക് സ്നേഹോദരാദികൾ അറിയിക്കുന്നു. ഇന്ന് ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചു വന്നതിൻ്റെ ഉദ്ദേശം അറിയിക്കുക എന്നാണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. അത് അറിയിച്ചുകൊള്ളട്ടെ. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ കോന്നി താലൂക്കിൽ മൈലപ്ര വില്ലേജിൽ കൈപ്പള്ളി വീട്ടിൽ റിജിയുടെയും ശൈലജയുടെയും മകളായ റിൽബി എൽസ റിജിയിൽ, കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കോട്ടയം താലൂക്കിൽ പുതുപ്പള്ളി വില്ലേജിൽ മുട്ടത്തിൽ ഹൗസിൽ പെന്തക്കോസ്തൽ മിഷൻ ചർച്ചിൽ പുതുപ്പള്ളി സഭാംഗവുമായ ഡാനിയൽ സജീവും തമ്മിലുള്ള വിവാഹ നിശ്ചയമാണ് രണ്ട് കുടുംബാംഗങ്ങളും തമ്മിൽ ഏകദേശം ധാരണയിലായിരിക്കുന്നത്. അതിനൊരു പൂർത്തീകരണം വരുത്തുന്നതിന് ആവശ്യമായിട്ടാണ് ഇന്ന് നിങ്ങളെല്ലാവരും വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്ന് അറിയിച്ചു. കാലം ഈ സമയത്ത് ഞങ്ങളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.
എൻ്റെ മകൻ ദാനിയേൽ എംപി എന്നുള്ള വിവാഹത്തിൻ്റെ നിശ്ചയത്തിൻ്റെ കാര്യങ്ങൾക്കാണ് ഞങ്ങൾ നടന്നിരിക്കുന്നത്. അത് ഇരു സഭകളും ഇരു കുടുംബങ്ങളും തമ്മിൽ ആലോചിച്ച് എൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന തിങ്കളാഴ്ച ജൂലൈ 15-ാം തീയതി ഞങ്ങളുടെ ചർച്ച കോട്ടയം സെൻട്രൽ കഞ്ഞിക്കുഴിയിലുള്ള സഭയിൽ വെച്ച് 10:30 മണിക്ക് അവിടെ വിവാഹ ശുശ്രൂഷ ആരംഭിച്ച് പുതുപ്പള്ളിയിലുള്ള നിലപുരപ്പള്ളിയുടെ വീട്ടിൽ വെച്ച് ഫംഗ്ഷൻ നടത്താമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. വിവാഹത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയുള്ളൂ അറിയിച്ചു. ഈ ഭവനങ്ങളിലുള്ളവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയും അതുപോലെ കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ വരുന്ന 15-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10:30 മണിക്ക് കോട്ടയത്ത് ദി പെന്തക്കോസ്ത് മിഷൻ സഭാ ഹാളിൽ വെച്ച് ആ വിവാഹ ശുശ്രൂഷയും നടത്തുവാനാണ് ഇരു ഭവനങ്ങളും താല്പര്യപ്പെടുകയും പ്രാർത്ഥിക്കുകയും തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം പിന്നാലെ ഉണ്ടാകും. ദൈവമക്കൾ ഈ സമയത്ത് വളരെ പ്രാർത്ഥനയോടെയായിരിക്കുക. ഈ സമയത്ത് പ്രിയ ഡാനിയേലിനും അതുപോലെ പ്രിയ റൽബിക്കും അവരുടെ മാതാപിതാക്കളോട് ഒരുമിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് തനിയെ നിങ്ങൾക്ക് സ്റ്റേജിൽ ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് ഈ സമയത്ത് വന്നിരിക്കാവുന്നതാണ്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം സ്ഥാപിക്കപ്പെട്ട ഒരു അനുഗ്രഹീത വ്യവസ്ഥിതിയാണ് കുടുംബം എന്നുള്ളത്. ഇരു ഭവനങ്ങളും വളരെ നാളുകളായിട്ട് ദൈവവചന സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്നതുകൊണ്ട് തന്നെ വിവാഹത്തെക്കുറിച്ചും വിവാഹത്തിൻ്റെ ദൈവിക ഉദ്ദേശങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കുടുംബങ്ങളിൽപ്പെട്ടവരാണ് പ്രിയ റൽബിയും അതുപോലെ ഡാനിയേലും. ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവജനത്തിനും ദൈവിക അടിസ്ഥാനങ്ങളെക്കുറിച്ച് വളരെ ബോധ്യമുണ്ട്. എങ്കിലും നമ്മുടെ ശുശ്രൂഷകളിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു അവിഭാജ്യ ഘടകമാണല്ലോ ദൈവവചനത്തിൻ്റെ ചിന്തകൾ, ദൈവവചന അടിസ്ഥാനങ്ങൾ. ഈ സമയത്ത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാം പനച്ചേരി അവர்கள் നമുക്ക് ദൈവവചന അടിസ്ഥാനത്തിൽ ചില ചിന്തകൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കും. അതിനു മുമ്പ് പ്രിയ സ്റ്റാൻലി ടീമും ഒരു ഗാനം നമുക്ക് വേണ്ടി ആലപിക്കും. അതേ തുടർന്ന് കർത്താവിൻ്റെ ദാസൻ നമ്മോട് സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവം ജീവന്റെ
നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ചാന്ദിക YPC സഭയുടെ ശുശ്രൂഷകൻ ബഹുമാനായ പാസ്റ്റർ ഫിനി സാമുവൽ അവர்கள், IPC പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ മോൾസി സാം, ഡിസ്ട്രിക്ട് ജോയിന്റ് സെക്രട്ടറി ബ്രദർ ബിജു കൊന്നപ്പാറ, ഡിസ്ട്രിക്ട് ട്രഷററായിരിക്കുന്ന ബ്രദർ സജി ജോൺ, അനുഗ്രഹീതരായ ദൈവദാസന്മാർ ജോസഫ് സാമുവൽ, പാസ്റ്റർ റജി മോൻ, പാസ്റ്റർ ജോൺ സാമുവൽ, പാസ്റ്റർ KM സാമുവൽ, പാസ്റ്റർ ജിജി മാമുട്ടിൽ കൗൺസിലറുമായി പ്രവർത്തിക്കുന്ന ദൈവദാസൻ, പാസ്റ്റർ ഷിബു TA, പാസ്റ്റർ PG തോമസ്, CS സാമുവൽ, മറ്റ് അനുഗ്രഹീതരായ ദൈവദാസന്മാർ, ഈ കുടുംബത്തിലെ പ്രിയ റെൽവിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട തോമസ് പാസ്റ്റർ അടക്കം ഇവിടെ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്ന ലിവിംഗ് മ്യൂസിക് റാങ്ങി പ്രിയ സ്റ്റാൻലി തന്റെ ടീം, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമുള്ള നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് ഇവിടെ കൂടി വരുവാൻ തന്ന കൃപകൾക്കായി സമയത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. സമയപരിമിതികളുണ്ട്, അതുകൊണ്ട് അധികം ദൂരം പറഞ്ഞ സമയം കളയുവാൻ ആഗ്രഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട ദൈവദാസൻ തന്ന സമയപരിമിതിക്കുള്ളിൽ ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രിയ റെൽവിയുടെ പിതാവ് ബ്രദർ GM ഇന്ത്യൻ പെന്തക്കോസ്ത് സഭയുടെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് കൗൺസിൽ അംഗമായി ദീർഘവർഷങ്ങളായി ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടവരാണ്. സെന്ററിൻ്റെ വിവിധ ചുമതലകളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും സബ് കമ്മിറ്റികളിൽ പ്രവർത്തിക്കുകയും പുരോഗമനമായ പ്രവർത്തനങ്ങളിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല, മന്ന കേറ്ററിംഗ് സർവീസുമായി ബന്ധപ്പെട്ട സെന്ററിന് അവർ ചെയ്യുന്ന നല്ല സേവനങ്ങൾക്കായി നന്ദി പറയുന്നു. ആ കുടുംബവുമായിട്ടുള്ള ബന്ധം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന നിലനിർത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ പെന്തക്കോസ്ത് സഭ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ എല്ലാ സഭകളും ഞങ്ങൾ ഹൃദയമായി റെൽവിയുടെ വിവാഹ നിശ്ചയത്തിൽ സന്തോഷിക്കുന്നു. ഹൃദയമായ ആശംസകൾ മുന്നമേ കൂട്ടി ഞാൻ അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രസിഡന്റ് പാസ്റ്റർ വിൽസൺ ജോസഫ് കാനഡയിലാണ്. അദ്ദേഹം ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശംസകൾ ഈ സമയം ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് കുടുംബത്തെ സഹായിക്കട്ടെ. ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു, പ്രിയ ദാനിയലിൻ്റെ സിസ്റ്റർ, ഞാൻ മുൻകാലങ്ങളിൽ സഹശുശ്രൂഷകനായി സേവനമനുഷ്ഠിച്ച IPC ഫിലദൽഫിയ സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിലെ ഒരംഗമാണ്, ഒരു മകനാണ്. അവിടുത്തെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത്. ആ കുടുംബത്തെ കാണാൻ കഴിഞ്ഞു. കർത്താവ് ഇരു കുടുംബങ്ങളെയും അനുഗ്രഹമാകട്ടെ. പ്രിയ മകൻ പ്രിൻസോയുടെ വിവാഹ ശുശ്രൂഷയിലും പങ്കെടുക്കാൻ ഈ അവസരം നൽകിയിട്ടുണ്ട്. പ്രിയ പാസ്റ്റർ തോമസ് പാസ്റ്റർ
ദൈവസഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. അവരെല്ലാവരെയും ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇവിടെ നടക്കുന്ന വിവാഹ നിശ്ചയം, അടുത്ത ദിവസം നടക്കുന്ന വിവാഹവും ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമുക്കറിയാം, കോവിഡ് കാലത്തിന് മുമ്പൊക്കെ വിവാഹ നിശ്ചയവും വിവാഹവും ഒരേ വേദിയിൽ നടത്തപ്പെട്ട സംഭവങ്ങൾ നമുക്കറിയാം. എന്നാൽ എപ്പിസ്കോപ്പൽ സഭകളും പെന്തക്കോസ്ത് സഭകളും അതിൻ്റെ നേതൃത്വം ആ പരിപാടികൾ നൃത്തം ചെയ്തു. കാരണം പലവിധമായ ഭവിഷ്യത്തുകൾ അതുമൂലം ഉണ്ടായിട്ടുള്ളത് മൂലം പിന്നീട് വിവാഹ നിശ്ചയം പണ്ടത്തെ പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരൊക്കെ നടത്തിയതുപോലെ തന്നെ വിവാഹ നിശ്ചയവും വിവാഹവും രണ്ടായിട്ട് നടത്തി അതിന് പ്രാർത്ഥിപ്പാനും ഒരുങ്ങുവാനും ഒക്കെ അവർക്ക് ദൈവസേനയിൽ ദൈവം സമർപ്പിപ്പാനും ഒക്കെയുള്ള സമയമായി അങ്ങനെയുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ വിവാഹ നിശ്ചയത്തെക്കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിലും പൊതുവായും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ വിവാഹ നിശ്ചയത്തിന് ശേഷം വധുവും വരനും അവരുടെ വിവാഹ ദിവസത്തിന് വേണ്ടി, പുതിയ കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ തുടക്കം കുറിപ്പാനും പ്രാർത്ഥിപ്പാനും ഒരുങ്ങുവാനും കഴിയും. പക്ഷേ എത്ര പേർ അങ്ങനെ തയ്യാറാകുന്നത് നമുക്കറിയത്തില്ല. ഈ കാലഘട്ടത്തിലെ തിരക്കുകൾ മുഖേന, മനുഷ്യന്റെ ബിസി ലൈഫ് മുഖേന അങ്ങനെ ചിലപ്പോൾ തയ്യാറാകത്തില്ല. പക്ഷേ ഒരു വിവാഹം നിശ്ചയിക്കപ്പെട്ട വധുവും വരനും തീർച്ചയായും വിവാഹത്തിന് മുമ്പായി അല്ലെങ്കിൽ വിവാഹ ശുശ്രൂഷയിലേക്ക് ഹസ്തദാനത്താലും ഉഭയസമ്മതത്താലും ഭർത്താവും ഭാര്യയുമായി തീരുന്നതിന് മുമ്പ്, കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവർ ഒരുക്കപ്പെടേണ്ട ദിനങ്ങളാണ് വിവാഹ നിശ്ചയത്തിന്റെ അടുത്ത ദിനങ്ങൾ. പ്രധാനപ്പെട്ട നിമിഷങ്ങളാണെന്ന് അവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് കുടുംബത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുടുംബം, ഗൃഹനിർമ്മാണം, ഈ പദങ്ങൾ ഒരേ അർത്ഥത്തിലാണ് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എബ്രായ പദത്തിൽ മിഷ്പ എന്നൊരു പദം കൊടുത്തിട്ടുണ്ട്. ആ വാക്കിന്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് ഒരു ഗോത്രത്തെ, ഒരു കൂട്ടത്തെ പരാമർശിക്കുന്ന പദമാണ് കുടുംബത്തിന് മിഷ്പ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരർത്ഥം ബെയ്ത്ത് എന്നൊരു പദമാണ്. അത് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു കെട്ടിടത്തിൽ താമസിക്കുന്നവരെന്നാണ് ആ എബ്രായ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിഷ്പ, ബെയ്ത്ത്, ഈ രണ്ടും അർത്ഥങ്ങൾ രണ്ടായിട്ട് കൊടുക്കുന്നെങ്കിൽ തന്നെയും ദൈവത്തിന്റെ വചനത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിവാഹ ശുശ്രൂഷയിൽ ദൈവദാസന്മാർ പറയുന്നുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് തക്കതായ തുണ ഉണ്ടാക്കി കൊടുക്കും. ദൈവം വെച്ച വ്യവസ്ഥ, ദൈവം വെച്ച പദ്ധതി, ദൈവം വെച്ച പ്ലാനുകൾ മനുഷ്യന്റെ ജീവിതത്തിൽ നിറവേറുവാൻ വേണ്ടി ദൈവം വെച്ച വ്യവസ്ഥാപിതമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു സംവിധാനമാണ് ഈ വിവാഹ നിശ്ചയവും വിവാഹവും കുടുംബജീവിതവും. അത് നമുക്ക് നന്നായിട്ടറിയാം. നൂറുകണക്കിന് വിവാഹത്തിൽ പങ്കെടുക്കുന്ന ദൈവമക്കളാണ് നമ്മൾ ഓരോരുത്തരും. പ്രത്യേകിച്ച് സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും മനപ്പാടറിയുന്ന ഒരു വാക്യമാണ് 4-ാമത്തെ 9-ാമത്തെ വാക്യത്തിൽ, ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. നമുക്കറിയാം, ഒറ്റയ്ക്കുള്ള ജീവിതം നയിക്കുന്നവർ ഭൂമിയിൽ ധാരാളം പേരുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ രണ്ടുപേരും ഒരുമിച്ചുള്ള ജീവിതം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഒരു സ്ത്രീയും ഒരു പുരുഷനും ദൈവത്താൽ യോജിക്കപ്പെടുമ്പോൾ, അവരൊരുമിച്ച് കുടുംബജീവിതം നയിക്കുമ്പോൾ, അവരുടെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഒറ്റയ്ക്ക് അഭിമുഖീകരിക്കുന്ന വേദനകൾ, സന്തോഷങ്ങൾ, ദുഃഖങ്ങൾ, നന്മകൾ, അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഒരുമിച്ച് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വലിയ പിൻബലമാണ് ഉണ്ടാകുന്നത്. ഒരാൾ തളരുമ്പോൾ മറ്റേയാൾ ആ ആളെ ബലപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇന്ന് നമുക്കറിയാം, കാളവണ്ടി യുഗത്തിലും കമ്പ്യൂട്ടറിലേക്കും ഇന്റർനെറ്റിലേക്കും ബഹിരാകാശ യുഗത്തിലേക്കൊക്കെ മനുഷ്യൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ധാർമ്മികമായി ഇത്രമാത്രം അധപ്പതിച്ച ഒരു കാലഘട്ടം, പ്രത്യേകിച്ച് കുടുംബജീവിത ബന്ധത്തിൽ എത്രയോ കുടുംബങ്ങളാണ് തകർന്നിരിക്കുന്നത്. നമ്മുടെ സ്നേഹിതർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നൂറുകണക്കിന് വേദനിക്കപ്പെട്ടവർ ആത്മഹത്യ, സ്വന്തം ജീവിതം അസ്തമിപ്പിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ ദൈവം തന്ന ജീവിതം, ദൈവം തന്ന കുടുംബജീവിതം ഒക്കെ സംതൃപ്തകരമായി അത് നിയോഗത്തോടെ നയിച്ച ശേഷം സന്തുഷ്ടകരമായ കുടുംബജീവൻ നയിച്ച് ദൈവത്തിനും മനുഷ്യർക്കും ദൈവസഭകൾക്കും കുടുംബങ്ങൾക്കും പ്രസാദകരമായി ജീവിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവിടെ പറയുന്നത്, ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ പ്രതിഫലം കിട്ടുന്നു. അടുത്ത ദിവസം കഴിയുമ്പോൾ പ്രിയ ദാനിയേലും പ്രിയ റിൽബിയും അവർ ഒരുമിച്ച് ചേരുകയാണ്.
പുത്തൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ലൊരു തുടക്കമുണ്ടെങ്കിലേ നല്ലൊരു തുടർച്ച ഉണ്ടാകത്തുള്ളൂ. നല്ലൊരു തുടർച്ച ഉണ്ടെങ്കിലേ നല്ലൊരു എൻഡിങ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ തീർച്ചയായും ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. പകുതിക്ക് കൊണ്ടിട്ട് സുല്ലിട്ട് അവസാനിപ്പിക്കാനല്ല ദൈവം വെച്ചിരിക്കുന്ന ജീവിതം. ഉഭയസമ്മതത്താൽ ആ ഉടമ്പടി വാചകത്താൽ ഭർത്താവും ഭാര്യയുമായി ചേർന്നിരിക്കുന്ന ഭദ്രകരമായ കുടുംബജീവിതം നയിച്ച് ക്രിസ്തുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ദൈവം നമ്മളെ ഉദ്ദേശിക്കുകയാണ്. പ്രത്യേകമായ രണ്ട് പശ്ചാത്തലത്തിൽ രണ്ട് കുടുംബത്തിൽ വളർത്തപ്പെട്ടവരാണ് ദാനിയേലും റിൽബിയും. പക്ഷേ അടുത്ത ദിവസം വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി കുടുംബജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ പല ശിഖരങ്ങളായി അവർ വളർന്ന് വലുതാകുമ്പോൾ അവരുടെ കേന്ദ്ര ബിന്ദു യേശു ക്രിസ്തുവായിരിക്കണം. നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന് നിങ്ങൾ യോജിക്കപ്പെടുന്നതിന് മുമ്പ്, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കാണുന്നതിന് മുമ്പ് നിങ്ങളെ കണ്ട ഒരു സ്വർഗീയ പിതാവുണ്ട്. ആ പിതാവായിരിക്കണം കേന്ദ്രീകൃതമായി ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിൽ. നിങ്ങൾ എത്ര ഉയർച്ചയാണെങ്കിലും, നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും, നിങ്ങൾ എന്തെല്ലാം നേടിയെടുത്താലും, എന്തെല്ലാം പിടിച്ചടക്കിയാലും, നിങ്ങൾ ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച്, പ്രാർത്ഥനാ ജീവിതം നയിച്ച്, ദൈവവചന പ്രകാരം ജീവിച്ചാൽ നിങ്ങളുടെ കുടുംബജീവിതം ഭദ്രമായി തീരുമെന്ന് യാതൊരു സംശയമില്ല. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്ത ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സകല നന്മകളും നേരുകയാണ്. ഈ വിവാഹ നിശ്ചയം ഇവിടെ നടക്കുമ്പോൾ, ഇവിടെ നിഴലായി നടക്കുമ്പോൾ പൊരുളായിട്ട് ഒരു സംഭവങ്ങൾ നടക്കും. അത് നമുക്ക് നന്നായിട്ട് അറിയാം. രക്ഷിക്കപ്പെട്ട കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്ന ദൈവമക്കൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ നിഴലായി പലതും നടക്കുമ്പോൾ പൊരുളായി ഒരു സംഭവമുണ്ട്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സിന്റെ അകത്തളം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ വിവാഹം നിശ്ചയിക്കപ്പെടുന്നത് പോലെ അല്പസമയം കഴിയുമ്പോൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ രേഖ, ദി പെന്തക്കോസ്ത് മിഷന്റെ സഭാരേഖകൾ, സഭാ ശുശ്രൂഷകന്മാർ, സഭാപ്രതിനിധികൾ, പിതാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ ചുമതലപ്പെട്ടവർ, വധുവും വരനും ഒക്കെ ഒപ്പിട്ട രേഖകൾ ഇവിടെ കൈമാറും. അതിവിടെ വിവാഹം നിശ്ചയിക്കപ്പെടുകയാണ്. ഇനി റിൽബിക്ക് വേണ്ടി ദാനിയേലിന് വേണ്ടി ഇനി ഒരു വിവാഹം ആലോചിക്കത്തില്ല. അവർ അടുത്ത ദിവസത്തെ വിവാഹ ജീവിതത്തിന് വേണ്ടി ഒരുക്കപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു നിഴലായിട്ടിരിക്കുന്ന പോലെ യേശുക്രിസ്തു എന്ന മണവാളനായ ക്രിസ്തുവിന് നമ്മൾ നിഴലായി ഇവിടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടവരാണ്. യേശു കർത്താവിനെ സ്വന്തം വിശുദ്ധമായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ദൈവവചന പ്രകാരം ജീവിക്കുന്ന ദൈവമക്കളുടെ അകത്തളങ്ങളിൽ ഒരു പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ ആത്മനാഥനായ കർത്താവ് വേഗം വരും, നമ്മെ ചേർക്കുവാൻ വരുമെന്നുള്ള വലിയ പ്രത്യാശയോടാണ് ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞ് നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകുന്നത്. നൂറുകണക്കിന് വിവാഹത്തിൽ ഇനിയും പങ്കെടുത്തേക്കാം. പക്ഷേ യേശുക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ടവരുടെ കാഴ്ചശക്തികൾക്ക് തിമിരം ബാധിക്കരുത്. ആത്മാർത്ഥമായി കർത്താവിന്റെ വരവിന് വേണ്ടി ചുവടുകൾ വെപ്പാൻ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 19:7 പറയുന്നു, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് മഹത്വം എടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയിൽ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. 19-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ഏതാണ് ഈ കുഞ്ഞാട്? യോഹന്നാന്റെ സുവിശേഷം 1:29 പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. Behold the Lamb of God who takes away the sin of the world. കർത്താവാകുന്ന കുഞ്ഞാടിനെ, യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയ ദാനിയേലിന്റെയും റിൽബിയുടെയും വിവാഹ നിശ്ചയത്തിൽ ദൈവദാസന്മാരുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ലോകത്തിന്റെ ഗതികൾ മാറി മറിയുകയാണ്, സംഭവങ്ങളും ബുദ്ധിമുട്ടുകളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തു എന്ന മണവാളനെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടില്ലാത്ത ആ യേശു ക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടാൻ വേണ്ടി ഒരുങ്ങിയിട്ടില്ല ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, പ്രിയരെ, ഞാൻ നിങ്ങളെ ദൈവസന്നിധി, ഒരു ദൈവദാസനിൽ എളിമയോടെ താഴ്മയോടെ ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ക്ഷണിക്കുകയാണ്. പാപം പരിഹരിക്കുന്ന ദൈവസന്നിധിയിൽ നമ്മെ നിത്യരാജ്യത്തിൽ കൊണ്ടെത്തിക്കുന്ന ആ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. പാപങ്ങൾ മാറ്റാൻ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും യേശു പരിഹാരമാണ്. കുടുംബജീവിതത്തിൽ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെട്ടവനായി മുന്നേറുവാനുള്ള അഭിഷേകവും ദൈവകൃപയും ദൈവം നമുക്ക് നൽകട്ടെ. ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ IPC സഭയുടെ പേരുള്ള ആശംസകളും നന്മകളും നേരുന്നു. സമയമൊരുക്കിയ ബഹുമാനപ്പെട്ട കുടുംബത്തിന്, ബഹുമാന്യ കർത്തൃദാസനും സഭയ്ക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. കർത്താവിന് എല്ലാവരും നന്ദി പറഞ്ഞാട്ടെ. വളരെ ഹ്രസ്വമായ സമയം കൊണ്ട് ശക്തമായ ഒരു സന്ദേശം നമുക്ക് പങ്കുവെച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പനശ്ശേലവറുകളോട് കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. വളരെ ശക്തമായ ഒരു ദൈവിക സന്ദേശമാണ് നമുക്ക് ലഭിച്ചത്. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരും
ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ് യേശു ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനപ്പെട്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതം പണിയപ്പെടണം. അപ്പോൾ തന്നെ ഈ കുടുംബത്തിന്, ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു സ്ഥാപനമാണ് കുടുംബം എന്നുള്ളത്. ആ കുടുംബത്തിൻ്റെയും അടിസ്ഥാനം ദൈവവചനമായിരിക്കണം, യേശു ക്രിസ്തു എന്ന വ്യക്തിത്വമായിരിക്കണം, കർത്താവിനുള്ള വിശ്വാസമായിരിക്കണമെന്ന് ഇന്ന് പകലിൽ ശക്തമായിട്ടുള്ള സന്ദേശം നമുക്ക് ലഭിച്ചല്ലോ. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും, അപ്പോൾ തന്നെ വിശേഷാൽ പ്രിയ റിൽവിക്കും ഡാനിയേലിനും ഈ സന്ദേശം വളരെ അനുഗ്രഹമായി തീരുമെന്ന് കർത്താവിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. തുടർന്ന് നമ്മൾ ഇന്ന് കൂടി വന്നിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വിവാഹ നിശ്ചയ രേഖ തയ്യാറാക്കുകയും പരസ്പരം ഇരു കുടുംബങ്ങളിലും ഉത്തരവാദിത്തപ്പെട്ടവർ ആ രേഖ തയ്യാറാക്കപ്പെട്ട രേഖ കൈമാറുകയും ഇവിടെ കൂടി വന്നവരുടെ മുൻപിൽ അത് പൊതു പ്രസ്താവനയ്ക്കായി വായിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിലുണ്ടല്ലോ. സാധാരണയായിട്ടത് മുൻപിൽ നടക്കുന്ന ഒരു ശുശ്രൂഷയാണ്, ഒരു ക്രമീകരണമാണ്. ഞാൻ ദൈവവചന ശുശ്രൂഷ പ്രാരംഭത്തിൽ അതിനവസരം മാറ്റിവെച്ചതേ ഉള്ളൂ. കാരണം പല നമ്മുടെ കൂടിവരവുകളിലും നമ്മുടെ ചടങ്ങുകളെല്ലാം ആദ്യം നടക്കുകയും പിന്നീട് അവസാന ഭാഗത്താണ് ദൈവവചനത്തിനുള്ള സമയം നൽകുന്നത്. അപ്പോഴേക്കും ആളുകളുടെ ശ്രദ്ധയെല്ലാം നഷ്ടപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ ഞാൻ പ്രാരംഭമായിട്ട് ചെയ്യുവാൻ ഇടയായി തീർന്നത്. ഇപ്പോൾ നമ്മുടെ കൊയർ നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കും. ആ സമയത്ത് ഈ പെന്തക്കോസ്ത് മിഷൻ കഞ്ഞിക്കുഴി സഭയുടെ രേഖ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ കൊണ്ടുവരും. ആ സമയത്ത് കർമ്മേൽ PC സഭയുടെ രേഖയും ഒരുമിച്ച് ഇവിടെ തയ്യാറാക്കപ്പെടുകയും പിന്നീട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ മുൻപോട്ട് വന്ന് അത് കൈമാറുകയും ചെയ്യണം. ഈ പൊതു സദസ്സിൽ ആ രേഖ വായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദയവായി ആ പ്രിയമുള്ളവർ മുൻപോട്ട് വന്നാട്ടെ. കൊയർ നമുക്ക് വേണ്ടി ഈ സമയത്ത് ഒരു ഗാനം ആലപിക്കുന്നു. സ്ഥാനമില്ല
വിവാഹ നിശ്ചയ രേഖ ഇവിടെ വായിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കേരള സ്റ്റേറ്റ് വിവാഹ നിശ്ചയ രേഖ. ദൈവത്തിന് സ്തോത്രം. ദൈവേഷ്ടമായാൽ കോട്ടയം ജില്ലയിൽ കോട്ടയം താലൂക്കിൽ പുതുപ്പള്ളി വില്ലേജിൽ മറ്റത്തിൽ വീട്ടിൽ സജീവ് ലേയമ്മ ദമ്പതികളുടെ മകനും ദി പെന്തക്കോസ്റ്റൽ മിഷൻ കഞ്ഞിക്കുഴി സഭാംഗവുമായ ഡാനിയൽ സജീവും പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ മൈലപ്പുറ വില്ലേജിൽ കൈപ്പള്ളി വീട്ടിൽ റെജി ശൈലജ ദമ്പതികളുടെ മകളും IPC കർമ്മൽ ചാന്ദ്രിക സഭാംഗവുമായ റിൽബി എൽസ റെജിയും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2024 ആണ്ട് ജൂലൈ മാസം 15-ാം തീയതി രാവിലെ 10:30 മണിക്ക് ദി പെന്തക്കോസ്ത് മിഷൻ കഞ്ഞിക്കുഴി സഭയുടെ ചുമതലയിൽ സഭാ ഹാളിൽ വെച്ച് നടത്തി ഗൃഹപ്രവേശം വരന്റെ വീട്ടിൽ നടത്തുവാൻ ഇന്നേ ദിവസം വേണ്ടപ്പെട്ടവർ കൂടി ആലോചിച്ച് വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്നു. സ്ഥലം ചാന്ദ്രകാവ്, തീയതി 11/7/2024. ഈ രേഖയിൽ വരൻ ഡാനിയൽ സജീവ്, വധു റിൽബി എൽസ സജീവ് സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ വരന്റെ പിതാവ് സജീവ്, വധുവിന്റെ പിതാവ് റജി സൈൻ ചെയ്തിരിക്കുന്നു. വരന്റെ സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ PM സാമു, വധുവിന്റെ സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ ഫിനി ജോസഫ്, വരന്റെ സഭാ പ്രതിനിധി ബ്രദർ രാജൻ ജോൺ, വധുവിന്റെ സഭാ പ്രതിനിധി ബ്രദർ ബാബു മാത്യു എന്നിവർ രേഖയിൽ സൈൻ ചെയ്തിരിക്കുന്നു. ഈ നിശ്ചയിച്ച രേഖ പ്രകാരം കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ഈ വരുന്ന തിങ്കളാഴ്ച 15-ാം തീയതി ആ ശുശ്രൂഷകൾ അനുഗ്രഹമായി നടത്തേണ്ടതിന് എല്ലാ ദൈവദാസന്മാരും ദൈവം പ്രാർത്ഥിക്കണം. ഈ സമയത്ത് ഈ രേഖ കൈമാറാനുള്ള അവസരമാണ്. ഭവനങ്ങളിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ദയവായി മുൻപോട്ട് വന്ന് ഈ രേഖ കൈമാറേണ്ടതാണ്. ഈ രേഖ വിവാഹ നിശ്ചയയുടെ രേഖ കൈമാറുന്ന സമയമാണ്. നഗരങ്ങൾ അടിച്ചാട്ടെ. അപ്പോൾ തന്നെ ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നവർ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നവരെല്ലാം തക്കസമയത്ത് ക്ഷേമത്തോടെ വന്നു ചേരണം. ആ ശുശ്രൂഷകൾ നടത്തുന്ന കർത്താവിന്റെ ദാസന്മാരെ ദൈവം അനുഗ്രഹിക്കണം. എല്ലാവരും ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ തലകളെ വണക്കി പ്രാർത്ഥിച്ചാട്ടെ. ഈ സമയത്ത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CD തോമസ് അവர்கள் മുൻപോട്ട് വന്ന്
ഈ പ്രിയമുള്ളവരെ അനുഗ്രഹിച്ച ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഒരിക്കൽ കൂടി അവിടുത്തെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ വിവാഹ ശുശ്രൂഷ വിവാഹ നിശ്ചയത്തിൻ്റെ ശുശ്രൂഷകൾ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവജനം ഞങ്ങൾ കേട്ടിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തീരുമാനങ്ങൾ പരസ്പരം പറയുവാനും അവരുടെ മാതാപിതാക്കളൊക്കെ ചേർന്ന് അടുത്ത തിങ്കളാഴ്ച അവരെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തി കൊടുക്കുവാനും ഈ രാവിലെ ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നു. ഞങ്ങളുടെ കരം ഞങ്ങളോട് കൂടിയിരിക്കണമേ. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ മക്കളെ തിരുക്കരങ്ങൾ വയ്ക്കട്ടെ. നീ അവരെ അനുഗ്രഹിക്കണമേ. 2 കുടുംബങ്ങൾ ജനിച്ചു വന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തിങ്കളാഴ്ച രാവിലെ കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ ഉടമ്പടികളും പ്രതിഷ്ഠകളൊക്കെ ചെയ്ത് അവർ പുതിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ ആശീർവാദങ്ങളും ദൈവം നൽകിക്കൊള്ളണം എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവരെ ഇരുവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ വയ്ക്കുന്നു. അങ്ങയുടെ ഒരു താമസമെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിൽ ദൈവം അവരെ അയച്ചാലും കർത്താവിന് കൊള്ളാവുന്നവരായി വിശ്വസ്തായി സാക്ഷ്യം വഹിച്ച് നല്ല കുടുംബജീവിതം നയിപ്പാൻ ദൈവം സഹായിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെ അനുഗ്രഹിക്കണമേ. ഇരു കുടുംബത്തിൻ്റെയും സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുചേരും. തുടർന്നുള്ള കാര്യങ്ങളെല്ലാം ദൈവകരങ്ങൾ വയ്ക്കും. വിവാഹ ദിവസം വരെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുത്തെ ചെറുകടിയിൽ ഭദ്രമായി കാത്തുകൊള്ളുന്നു. 2 കുഞ്ഞു കുടുംബങ്ങളും അതിൻ്റെ ബന്ധപ്പാടിലാണ്. അടുത്ത ദിവസങ്ങൾ നീ അവരെ അനുഗ്രഹിച്ചോളണം. എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കാര്യങ്ങൾ വയ്ക്കണം. തിങ്കളാഴ്ച ഞങ്ങൾക്ക് നല്ല കാലാവസ്ഥ തരണം. യാത്ര ചെയ്ത് പലയിടങ്ങളിൽ വന്ന് ചേരാനുള്ളവരെ എല്ലാവരെയും സമയത്ത് നീ കൊണ്ടുകൊള്ളണം. കർത്താവിൻ്റെ ദാസന്മാരെ അവരുടെ വിവാഹം നടത്തേണ്ടതിന് നീ സഹായിച്ച് ശക്തീകരിക്കണം. എല്ലാ മഹത്വം അങ്ങേക്ക് തരും. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ദയവായിരുന്നാട്ടെ. കർത്താവ് നമ്മെ ഇത്രത്തോളം സഹായിച്ചതിനായി നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം. ചില പ്രിയമുള്ളവർ ഇന്ന് പകരം നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന ചില പ്രിയമുള്ളവർ ചില വാക്കുകളിൽ ആശംസ ഈ സമയത്ത് അറിയിക്കുന്നതാണ്. പ്രാരംഭമായിട്ട് പത്തനംതിട്ട സെൻറ്ററിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മോഹൻ സി സാം അവർ നമ്മളോട് ആശംസാ വചനങ്ങളെ അറിയിക്കും. അതേ തുടർന്ന് ഈ സഭയുടെ അംഗവും അതുപോലെ തന്നെ സഭ വൈക്കം സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ജോൺ ശ്യാം ഇവരുടെ മുന്നോട്ട് ആശംസകളെ അറിയിക്കും. ഈ പ്രിയമുള്ളവരെ ഇതിനായിട്ട് അയച്ചു. ദൈവത്തിന് മഹത്വം. സന്തോഷമുള്ള അവസരത്തിലൂടെ അയൽപ്പാൻ സർവ്വകുമാരമായ ദൈവയ്ക്ക് നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യ ദൈവസഭാ പത്രസംഘടന കൗൺസിൽ ചില നാളുകളായി പ്രവർത്തിച്ചു വരുന്നു. പ്രിയ സഹോദരൻ്റെ മകളുടെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കുവാൻ കർത്താവിന് നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ മടങ്ങി താമസിച്ചാൽ തിങ്കളാഴ്ച വിവാഹ ശുശ്രൂഷ നടത്തപ്പെടുന്നതിലും പ്രിയ കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവത്താൽ ഏറ്റവും ധന്യമായി തീരുവാൻ കർത്താവിൻ്റെ രാജ്യത്തിൽ വിസ്തൃതിക്ക് വേണ്ടി വിശ്വസ്തയോടെ നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാകട്ടെ. ബന്ധനങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി വിശ്വസ്തയോടെ ദൈവത്തെ സ്വീകരിപ്പാൻ ദൈവമൊക്കെ കൃപ ചെയ്യട്ടെ. ഞാൻ ഉൾപ്പെടുന്നതിന് ഇന്ത്യൻ ദൈവസഭ പത്രസംഘമുള്ള ഈ സ്കൂളിൻ്റെ പേരും സെവറിൻ്റെ ഉള്ള സഭയുടെ പേരുള്ള എല്ലാ ആശംസകളും പ്രിയ കുഞ്ഞുങ്ങൾക്ക് നേരുന്നു. കർത്താവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമാകട്ടെ. ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വൈക്കം സഭയുടെ മാസ്റ്ററാണ്. നമ്മുടെ ഗീത സമർപ്പിച്ചു. പ്രിയ അധ്യാപക കുടുംബം ഇപ്പോൾ ചാന്ദിതാവിലെ അംഗങ്ങളാണ്. അതിനു മുൻപ് വൈക്കം സഭയുടെ ഭാഗമായിരുന്നു. ഇന്നലെ വൈകിട്ടും പ്രിയ അധ്യാപകർ അവിടെ പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ പ്രിയ കുടുംബത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുഞ്ഞുങ്ങളുടെ ജനനം മുതൽ ദൈവമായി കർത്താവ് അവരെ ഇത്രത്തോളം പരിപാലിച്ചു. കർത്താവിന് ഇവിടെ താമസിക്കുന്നെങ്കിൽ അടുത്ത ദിവസം തിങ്കളാഴ്ച കുടുംബജീവിതത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമാകുന്ന എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും നന്മനകളും ദൈവമായി കർത്താവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആ യഹോവാഭക്തനായ മനുഷ്യൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാനാകുന്നത് തിരുവനന്തപുരത്തിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും പ്രിയ കുടുംബത്തിലും ചൊല്ലിമാരാകട്ടെ. എൻ്റെയും കുടുംബത്തിൻ്റെയും വൈക്കം ഇന്ത്യ പെന്തക്കോസ്തയുടെ പേരുള്ള എല്ലാ ആശംസകളും നേരുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസന്മാർക്ക് നന്ദി അറിയിക്കുന്നു. സഭ പത്തനംതിട്ട സെൻറ്ററിൻ്റെ ട്രഷററായി ചുമതല വഹിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ ബ്രദർ സജി ജോൺ വിളവിനാൽ ജോയിൻറ്റ് സെക്രട്ടറിയായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ബ്രദർ ബിജു കന്നുപാറ ഈ പ്രിയമുള്ളവർ ചില വാക്കുകൾ ആശംസ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല രാവിലെ സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ദേവദാസന്മാർ കടന്നു വന്ന ദൈവമക്കൾ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ പത്തനംതിട്ട സെൻറ്ററിനുള്ള ബന്ധത്തിൽ എക്സിക്യൂട്ടീവായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അന്ന് മുതൽ പ്രിയ റജിച്ചാനുമായിട്ട് വളരെ അടുത്ത ബന്ധം, നല്ലൊരു സ്നേഹബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടാകാനിടയായി.
ഏത് കാര്യം അച്ഛനോട് പറഞ്ഞാലും അച്ഛൻ അച്ഛൻ്റെ കൂടെ പ്രവർത്തിക്കുമ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ റേറ്റ് ഇത് പോരാ കുറയ്ക്കണമെന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞാലും അച്ഛൻ ചിരിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കുകയല്ലാതെ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം. നല്ല പ്രവർത്തനങ്ങൾ കൗൺസിൽ സെൻറ്ററിന് വേണ്ടി കാഴ്ചവെക്കുന്ന ഒരു മാന്യ വ്യക്തിയാണ് പ്രിയ ടീച്ച. അദ്ദേഹത്തോടുള്ള ബന്ധത്തിലാണ് ഇന്ന് എനിക്കിവിടെ കടന്നു വരാനിടയായി തീർന്നത്. തീർച്ചയായും പ്രിയ കുഞ്ഞുങ്ങളുടെ 15 നടക്കാൻ പോകുന്ന വിവാഹ ജീവിതവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന നമ്മുടെ കുടുംബജീവിതവും ധന്യമായി തീരട്ടെ, അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സെൻറ്ററിൻ്റെ എക്സിക്യൂട്ടീവ് എന്ന നിലയിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം ഈ നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫിലിപ്പിയുടെയും ദാനിയേലിന്റെയും വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് ഇടയാക്കുന്നതായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഫിലിപ്പിയുടെ പിതാവ് റൈച്ചാനുമായിട്ട് ദീർഘവർഷത്തെ സ്നേഹബന്ധം പുലർത്തിയിരുന്നു. സെൻറ്ററുകളുടെ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒന്നിച്ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ അനുഗ്രഹമായി മുമ്പോട്ട് പോകുന്നു. അതുപോലെ തന്നെ ദാനിയേലിന്റെ കുടുംബം വളരെ അനുഗ്രഹമായ കുടുംബം അറിയാൻ സാധിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വരുന്ന ദിവസം നടക്കുന്ന വിവാഹ ശുശ്രൂഷ വളരെ അനുഗ്രഹമായി തീരുവാനും അനുഗ്രഹമായ ഒരു കുടുംബജീവിതം നയിപ്പാനും ദൈവം അവർക്ക് ഇടവരുത്തട്ടെ എന്നിട്ട് ഞാനും ആശംസിക്കുന്നു. പത്തനംതിട്ട സെൻറ്ററിൻ്റെ എക്സിക്യൂട്ടീവ് നിലയിൽ സെൻറ്ററിൻ്റെ എല്ലാവിധമായ ആശംസകളും ഞാൻ അവസരത്തിൽ അറിയിച്ചു കൊടുക്കുന്നു. പ്രിയമുള്ളവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രിയ ഡാനിയേലിൻ്റെ ദീപന്തകോസ്ത് മിഷൻ കഞ്ഞിക്കുഴി സഭയെ പ്രതിനിധീകരിച്ച് സഭയുടെ പ്രതിനിധി ബ്രദർ രാജൻ ജോൺ ചില വാക്കുകൾ ആശംസയായിട്ട് അറിയിക്കും. അതേ തുടർന്ന് APC കർമ്മേൽ ചാന്തകാർ സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്നു ബ്രദർ ബാബു മാത്യു. എനിക്ക് എൽപിയുടെ കുടുംബത്തെക്കുറിച്ചൊന്നും അറിയില്ല. ദാനിയേലിൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയാം. ദാനിയേൽ ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കോട്ടയം സെൻട്രൽ ഫീത്തോമിൻ്റെ സൺഡേ സ്കൂൾ ടീച്ചർ കൂടിയാണ്. അവിടെ 2 കുട്ടികളെയും ദീനയും ദാനിയേലിനെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദീനയുടെ വിവാഹത്തിന് പങ്കെടുത്തിട്ടുണ്ട്. ദാനിയേൽ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് ഒരു നല്ല ജോലിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങളോട് ആ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പറയുമായിരുന്നു. ദൈവം കരുണ കാണിച്ച് ഗൾഫിൻ്റെ ദേശത്ത് പോകാൻ നല്ല ജോലിയിലായിരിക്കാനൊക്കെ ദൈവം കരുണ കാണിച്ചു. അവരുടെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദാപന്തകോസ് മിഷൻ കഞ്ഞിക്കുഴി സഭയുടെ എല്ലാ പ്രാർത്ഥനാ ആശംസകളും അറിയിക്കുന്നു. നന്ദി. കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്തോഷ വേളയിൽ ദൈവനാമത്തെ സ്തുതിപ്പാടിയാകല വീണ്ടും നന്ദിയുടെ സ്തോത്രം. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, സഹോദരി സഹോദരന്മാർക്കും കർത്തദാസന്മാർക്കും ഇരു കുടുംബങ്ങളിൽ ബന്ധപ്പെട്ട് വന്ന് കടന്നുവന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വേഗം എന്ന ക്രിസ്തുവിന്റെ ധന്യനാമത്തിൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞങ്ങളുടെ കർമ്മൽ IPC ചർച്ചിൻ്റെ സഭാ ശുശ്രൂഷയിലും ഇന്ന് പകൽക്കാലം അധ്യക്ഷത വഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ ഫിന്നി ജോസഫ് സാറിന് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. പത്തനംതിട്ട സെൻട്രൽ ശുശ്രൂഷകളിലായിരിക്കുന്ന വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ സാം പൻഷി അവർ, സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ മോൻസി, പ്രത്യേകിച്ച് അനേക കർത്തദാസന്മാരിലൂടെയുണ്ട്. എല്ലാവരുടെയും പേര് പറഞ്ഞുകൊണ്ട് പോകാൻ അല്പം പ്രയാസമെന്ന് എനിക്ക് തോന്നുന്നു. സമയം അല്പം വൈകിട്ടുണ്ട്. ഈ സഭയുടെ ശുശ്രൂഷയിലായിരിക്കുന്ന പാസ്റ്റർ ജോൺ സാമുവൽ, റജി മോൻസി, പാസ്റ്റർ ജോസ് ഓന്തരാട്ട്, പാസ്റ്റർ കെ എൻ സാമുവൽ, പ്രത്യേകിച്ച് ഷാരോന്റെ പിതാവ് പാസ്റ്റർ സിനി തോമസ് അവർ, മറ്റ് കർത്തദാസന്മാർ ഏവർക്കും വന്ദനം അറിയിക്കുന്നതോടൊപ്പം ഇന്ന് പകൽക്കാലം ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ നിറവേറ്റുവാൻ സർവശക്തനായ ദൈവം അവസരം നൽകിയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ചാന്തക സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബാംഗമാണെന്ന് കർത്തദാസൻ ഇവിടെ ഓർപ്പിക്കുകയുണ്ടായി. രജി ബ്രദർ, ശൈലജ ദമ്പതികൾ, പ്രിയപ്പെട്ടവരുടെ മകൾ റിൽബി, മകൾക്ക് ആവശ്യമാകുന്ന വിദ്യാഭ്യാസം തക്ക സമയത്ത് ദൈവം നൽകുകയും അനുഗ്രഹിക്കപ്പെട്ട ജോലിയിലേക്ക് പ്രവേശിപ്പാനും വിദേശ രാജ്യത്തേക്ക് കടന്നു പോകുവാനും ദൈവം അവസരം നൽകി. അതുപോലെ തന്നെ പ്രിയ ഡാനിയേൽ എനിക്ക് അത്ര പരിചയമില്ലായെങ്കിൽ തന്നെ ഒരു ദൈവവേദനാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരും, വെല്ലുവിളിയായിട്ടുള്ള വിവാഹം ഈ ഭൂമുഖത്തെ ഒരു കുടുംബം കൂടെ ആഗതനാകുന്നതിൽ
ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തിക്കൊണ്ട് ഈ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ചാന്ദികാവ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ എല്ലാവിധമായ നന്മകളും ആശംസകളും ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഞാൻ IPC കേരള സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ എന്ന നിലയിൽ സ്റ്റേറ്റ് കൗൺസിലിന് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ മകൻ പ്രീതി മോളുടെ നാമത്തിലും മകൻ പ്രമോദ് മാത്യു സാമുൽ കൊച്ചുമോൻ എന്നറിയപ്പെടുന്ന കൊച്ചുമോൻ്റെ പേരിലുള്ള എല്ലാവിധമായ ആശംസകൾ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രത്യേകിച്ച് അതിഥിയായിട്ട് ഞങ്ങളുടെ മൈലപ്പുറ പഞ്ചായത്ത് 13-ാം വാർഡ് മെമ്പർ രജനിയ പ്രിയ സഹോദരിക്കും ഈ തരുണത്തിൽ വന്ദനം അറിയിക്കുന്നു. ദൈവം ഏവരെയും ധന്യമായിരിക്കുമാറാകട്ടെ. കർത്താവ് നമ്മെ എത്രത്തോളം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഒരു സമയമാണ്. എല്ലാവരും ദയവായി സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഈ സമയത്ത് നമുക്കായി ഒരു ഗാനം പാടും. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതുപോലെ ഞങ്ങളുടെ വാത്സല്യ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം ഇവിടെ വെച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ ഇടയായിട്ടുണ്ടല്ലോ. ഇതിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണം.
ബഹുമാന്യ കർത്തൃദാസന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഇരു കുടുംബത്തിലെ പ്രിയ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ സഹോദരങ്ങളെയൊക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുവദിച്ചാൽ തിങ്കളാഴ്ച നടക്കുന്ന വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ. കർത്താവിടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കണമേ. വാഹനങ്ങളെയൊക്കെ നിയന്ത്രിക്കണം. ആ ശുശ്രൂഷ വളരെ ഭംഗിയായി അനുഗ്രഹിക്കപ്പെട്ടത് നടക്കുവാൻ ഇടയാക്കണം. തുടർന്ന് ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ കുടുംബ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടെ ഇന്ന് സഹായിച്ചാട്ട് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതായ സ്തോത്രമാനമോത്വം എടുക്കും. യേശു കർത്താവിന്റെ തന്നെയുള്ള നാമത്തിൻ്റെ സ്തോത്രം ചെയ്യാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, നിരന്തരമായ വിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാണുന്നു നാം എല്ലാവരുടെ പേരും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും വിശ്വസിയ തിങ്കളാഴ്ച നടക്കുന്ന വിവാഹ ശുശ്രൂഷയിൽ നിന്നും എന്നേക്കും കർത്താവിന്റെ മടങ്ങി വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.